പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. അതായത് ഇന്ന് സമൂഹത്തിൽ പലരും പ്രയാസപ്പെടുന്ന ഒന്നാണ് കാലിൻ്റെ ഉപ്പുകുറ്റിയിൽ വിണ്ട് കീറുക, കാൽപാദം വിണ്ട് കീറുക. ചില സ്ഥലങ്ങളിലൊക്കെ വിള്ളിച്ച എന്നൊക്കെ പറയും ഇതിന്. ഈ രോഗമുള്ളവർക്കൊക്കെ അറിയാം, ഈ രോഗമുള്ളവർക്ക് നടക്കാൻ വലിയ പ്രയാസമായിരിക്കും, വലിയ വേദനയായിരിക്കും. മാത്രമല്ല നേരാവണ്ണം ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ചില ആളുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന, വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു രോഗമാണ്. അതായത് ഇതുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല, കിടക്കുന്ന ബെഡിൽ നിന്നും എണീറ്റ് ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് സാധിക്കില്ല. കാരണം അത്രയ്ക്കും വലിയ വേദനയായിരിക്കും. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാർക്കും ഒരുപാട് ആളുകൾക്ക് കാൽപാദം വിള്ളലുണ്ട്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ രോഗമുള്ളത് സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ തന്നെ അവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കില്ല, അവരുടെ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും അടുക്കളയിൽ ജോലി ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ബാത്റൂം കഴുകി വൃത്തിയാക്കുമ്പോൾ, അതുപോലെ അലക്കുമ്പോൾ, ഈ സമയത്തൊക്കെ നമ്മുടെ കാലിൽ വിള്ളലുണ്ടെങ്കിൽ അത് അധികമാകാൻ അത് കാരണമാകും. കാരണം അവിടെയൊക്കെ ചെളിയും കൂടുതൽ വെള്ളവും അഴുക്കുമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിള്ളിച്ച ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു പ്രയാസമുണ്ടാക്കുന്ന, അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ രോഗം കൂടുതലായും ഉണ്ടാകാൻ കാരണം പാരമ്പര്യമായിട്ടാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ രോഗമുണ്ടെങ്കിൽ നമുക്കും ഈ രോഗമുണ്ടാകാൻ 100% അത് കാരണമാകും. അങ്ങനെ കുടുംബ പാരമ്പര്യത്തിലൂടെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് കുടുംബ പാരമ്പര്യത്തിലൂടെ അല്ലാതെയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കൂടുതലും കുടുംബ പാരമ്പര്യത്തിലൂടെയാണ് ഈ രോഗം പിടിപെടുന്നത്. എന്നാൽ ഈ രോഗം വന്ന് അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവഴിച്ച് വർഷങ്ങളോളം ചികിത്സ നടത്തിയ ആളുകളുണ്ടാകും. എന്നിട്ടും അതിന് ശിഫ കിട്ടാതെ, അത് സുഖമാകാതെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകും. ഒരുപാട് സമയവും പണവും ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കണ്ട് പലരും ചികിത്സ തേടിയിട്ടുണ്ടാകും. എന്നിട്ടും ഈ രോഗം മാറാതെ ജീവിതത്തിൽ വലിയ ദുഃഖത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും ജീവിതം തന്നെ മടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെയും വളരെയധികം ഉപകാരപ്പെടുന്ന, അധികം ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അമൂല്യ മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു മരുന്ന് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി ഇത് നിങ്ങൾ ഒരു ആഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും, ഒരു 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ കാൽപാദം വിണ്ട് കീറിയത് സുഖപ്പെടും, വേദനയൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല നിങ്ങളുടെ കാല് നല്ല സോഫ്റ്റുള്ള കാലായി മാറും. നിങ്ങൾ ഈ മരുന്നൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പുണ്ടല്ലോ, ആ കപ്പിൻ്റെ ഒരു പകുതി ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്തിട്ട് ആ വെളിച്ചെണ്ണ നിങ്ങൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം പിന്നീട് അത് ചൂടാറാൻ വേണ്ടിയിട്ട്, തണുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അങ്ങനെ വെളിച്ചെണ്ണ തണുത്തതിന് ശേഷം നിങ്ങൾ ഒരു ചെറുനാരങ്ങ എടുക്കുക. അത് നിങ്ങൾ 2 കഷ്ണം ആക്കി അത് നല്ലതുപോലെ ഈ വെളിച്ചെണ്ണയിലേക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുക. ബേക്കിംഗ് പൗഡർ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും. അത് നിങ്ങൾ 1 ടീസ്പൂൺ അതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ മരുന്ന് നിങ്ങളുടെ കാലിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കാൽ നല്ല വൃത്തിയായി കഴുകി, നല്ല ചുടുവെള്ളത്തിലൊക്കെ വെച്ച് നല്ല വൃത്തിയായി കഴുകിയതിൻ്റെ ശേഷം മാത്രം ഈ മരുന്ന് നിങ്ങളുടെ കാലിൽ തേച്ച് പിടിപ്പിക്കുക. കാലിൽ ഇങ്ങനെ നിങ്ങൾ ഒരു ആഴ്ച അപ്ലൈ ചെയ്താൽ
രാവിലെയും വൈകുന്നേരവുമായിട്ട് നിങ്ങൾ ഇത് കാലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ആ രോഗത്തിന്, ആ കാൽപാദത്തിൻ്റെ വിള്ളലിന് നല്ല മാറ്റമുണ്ടാകും. മാത്രമല്ല അതിനുശേഷം നിങ്ങൾക്ക് എണീറ്റ് നടക്കാൻ സാധിക്കും. നടക്കുന്ന സമയത്ത് ആ വിള്ളലുള്ള ഭാഗത്ത് വേദന അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ച, അവർക്ക് ഫലം കിട്ടിയ എത്രയോ അനുഭവങ്ങൾ തന്നെയുണ്ട്. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇന്ന് തന്നെ ഈ ഒരു മരുന്ന് വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.